തിരുവനന്തപുരം കിളിമാനൂരിൽ യുവതി നാടുവിട്ട സംഭവത്തിൽ ഓൺലൈൻ തട്ടിപ്പ് സ്ഥിരീകരിച്ച് പോലീസ്. കിളിമാനൂർ സ്വദേശിയായ പാർവതിക്കാണ് ഓൺലൈൻ തട്ടിപ്പിനിരയായി നാടുവിടേണ്ടി വന്നത്. പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട ഉത്തരേന്ത്യൻ സംഘം എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. യുവതിയെ കാണാതായ വിവരം 24 ആണ് റിപ്പോർട്ട് ചെയ്തത്. 24 വാർത്തയ്ക്ക് പിന്നാലെ ഇന്നലെ രാത്രി 10:30 തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസ് പാർവതിയെ കണ്ടെത്തുന്നത്. തുടർന്ന് കിളിമാനൂർ പോലീസ് എത്തി വിശദമായി മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഓൺലൈൻ തട്ടിപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ഒരു മാസം മുൻപ് മലയാളം സംസാരിക്കുന്ന യുവതി പാർവതിയെ ഫോണിൽ ബന്ധപ്പെട്ടു. ഓൺലൈൻ ട്രേഡിംഗ് ജോലി നൽകാമെന്നും ബോസ് വിളിക്കുമെന്നും അറിയിച്ചു. പ്രൊഡക്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ വഴി അയച്ചു നൽകിയാൽ പണം നൽകാമെന്ന വാഗ്ദാനം നൽകി. ആദ്യം 1700 രൂപ പ്രതിഫലമായി നൽകി. വലിയ തുക നിക്ഷേപിച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് പറഞ്ഞു. സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തു. ആദ്യം 10,000 രൂപ വാങ്ങിയെടുത്ത ശേഷം 17,000 രൂപയായി മടക്കി നൽകി. പിന്നീട് 44,000 രൂപ നിക്ഷേപിച്ചു. അപ്പോഴേക്കും പണം നഷ്ടമായിരുന്നു. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞാണ് കൂടുതൽ തുക വാങ്ങിയെടുത്തത്. ആഭരണം വിറ്റ് കൂടുതൽ തുക അയച്ചു നൽകി. എന്നാൽ തട്ടിപ്പ് മനസ്സിലാക്കിയതോടെ നാട് വിടുകയായിരുന്നുവെന്നാണ് പാർവതിയുടെ മൊഴി. ഗുരുവായൂരിലേക്ക് പോയെന്നും പലതവണ ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്യുവാൻ ആലോചിച്ചിരുന്നുവെന്നും പാർവതിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പിന്നിൽ മലയാളികൾ ഉൾപ്പെട്ട വലിയ തട്ടിപ്പ് സംഘമാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. രേഖകൾ വിശദമായി പരിശോധിച്ച പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം.